ഷുഗർ കുറഞ്ഞു പോകുന്നത് എങ്ങനെ മനസ്സിലാക്കാം, എന്തൊക്കെയാണ് അതിൻ്റെ ലക്ഷണങ്ങൾ, അല്ലെങ്കിൽ ഹൈപ്പോഗ്ലൈസീമിയയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്കിന്ന് സംസാരിക്കാം. ഷുഗർ കുറഞ്ഞു പോകുന്നത് നമ്മുടെ നാട്ടിൽ വളരെയധികം കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഒരു അവസ്ഥയാണ്. നമ്മുടെ നാട്ടിലെ ഡയബറ്റീസ് പേഷ്യൻസിൻ്റെ എണ്ണം വളരെയധികം കൂടുതലായതുകൊണ്ടിട്ടും പലരും അൺകൺട്രോൾഡായിട്ട് ഡയബറ്റീസിനെ കൊണ്ടുപോകുന്നതുകൊണ്ടിട്ടും ഷുഗർ കുറഞ്ഞു പോകാനുള്ള ചാൻസസ് പേഷ്യൻസിന് കൂടാറുണ്ട്. ബിക്കോസ് അവരത്രയും അധികം മെഡിസിൻ കഴിക്കുന്നുണ്ടാകും. നമുക്ക് അറിയാം, ഡയബറ്റീസിന് രണ്ട് രീതിയിൽ മെഡിസിൻസ് ഉണ്ട്. നമുക്ക് ഡയബറ്റീസിന് വേണ്ടി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ടാബ്ലറ്റ്സ് എടുക്കുന്ന ആൾക്കാരുമുണ്ട്. അതേപോലെ തന്നെ ഷുഗർ വളരെയധികം കൂടിപ്പോയിട്ട് ഇൻസുലിൻ എടുക്കുന്ന ആൾക്കാരുമുണ്ട്. ഈ രണ്ട് പേരിലും ഷുഗർ കുറഞ്ഞു പോകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അത് വളരെയധികം കൂടുതൽ നമ്മൾ പറയുമ്പോൾ എല്ലാവർക്കും തനിയെ ഷുഗർ കുറഞ്ഞു പോകും എന്നല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഡയബറ്റീസിൻ്റെ മെഡിസിൻ കഴിക്കുമ്പോൾ നമ്മൾ ആ മെഡിസിൻ കഴിക്കുന്ന ടൈമും പിന്നെ നമ്മൾ ഫുഡ് എടുക്കുന്ന ടൈമും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഷുഗർ പേഷ്യൻറ്റിനോട് എല്ലാ ഡോക്ടേഴ്സും പറയുന്ന കാര്യമാണ് കൃത്യസമയത്ത് ആഹാരം കഴിക്കണം, കൃത്യസമയത്ത് മരുന്നെടുക്കണം. അത് വളരെയധികം അവർക്ക് ബാധകമാണ്. എന്തെന്ന് വെച്ചാൽ ഒരു പേഷ്യൻറ്റും കഴിക്കേണ്ട മരുന്ന് കഴിച്ചിട്ട് ആഹാരം 1 മണിക്കൂറോ 2 മണിക്കൂറോ കഴിക്കാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ടാവില്ല. അങ്ങനെ ചെയ്യുമ്പോഴാണ് പേഷ്യൻസിന് പലപ്പോഴും ഷുഗർ കുറഞ്ഞു പോകുന്നത്. നമ്മൾ മോസ്റ്റ് പ്രോബ്ലി കേട്ടിട്ടുണ്ടാവും, വീട്ടിൻ്റെ അടുത്തുള്ളവരൊക്കെ ഷുഗർ കുറഞ്ഞു പോയി അടുത്തുള്ള ആശുപത്രി കൊണ്ടുവേണ്ടി വന്നു, പ്രായം ചെന്നവരുടെയൊക്കെ. നമ്മൾ സാധാരണ കേട്ടിട്ടുള്ള അങ്ങനത്തെ കാര്യങ്ങളെല്ലാം യൂഷ്വലി നടക്കുന്നത് രാവിലെ ആയിരിക്കും. രാത്രി ആഹാരം കഴിച്ചിട്ട് കിടന്നതാണ്, രാവിലെ എണീറ്റ് നോക്കിയപ്പോൾ ബോധം ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ബോധം കുറവായിരുന്നു, ആശുപത്രി ചെന്നപ്പോൾ ഷുഗർ കുറഞ്ഞു പോയി എന്ന് പറഞ്ഞു. ഇത് കോമൺ ആയിട്ടുണ്ടാകുന്നതെന്ന് വെച്ചാൽ ഇത് രാത്രി മാത്രമല്ല, പകൽ സമയത്തും ഉണ്ടാകും. പകലാകുമ്പോൾ നമ്മൾ എണീറ്റിരിക്കുന്നതുകൊണ്ട് ഈ ലക്ഷണങ്ങൾ നമുക്ക് കുറച്ചുകൂടി വ്യക്തമായി മനസ്സിലാകും എന്നതേ ഉള്ളൂ. അപ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ ഇൻസുലിൻ അല്ലെങ്കിൽ ഷുഗർ കുറയ്ക്കാനുള്ള മരുന്ന് എടുത്തു കഴിഞ്ഞിട്ട് അരമണിക്കൂറിനകത്താണ് ആഹാരം യൂഷ്വലി കഴിക്കേണ്ടതുള്ളത്. ആ അരമണിക്കൂറിനകത്ത് ആഹാരം കഴിക്കാതെ, അല്ലെങ്കിൽ അവർ ചിലപ്പോൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ അളവ് വളരെ കുറച്ച് കഴിച്ചേക്കാം, അല്ലെങ്കിൽ കഴിക്കുന്ന ആഹാരം വളരെ ലേറ്റായിട്ട് കഴിക്കാം, 1 മണിക്കൂറോ 1.5 മണിക്കൂറോ ഒക്കെ വൈകി കഴിക്കാം. ഇങ്ങനെ ആകുമ്പോൾ നമ്മൾ കഴിച്ച മരുന്നിൻ്റെ ആക്ഷൻ ശരീരത്തിൽ സ്റ്റാർട്ട് ചെയ്യുകയും അത് വളരെ പെട്ടെന്ന് ശരീരത്തിലെ ഷുഗേഴ്സ് കുറയ്ക്കുകയും ചെയ്യും. അതിൻ്റെ ജോലി കൃത്യമായി ചെയ്യുമ്പോഴാണ് നമ്മൾ കൃത്യമായി ആഹാരം കഴിച്ചില്ലെങ്കിൽ ഷുഗർ വളരെയധികം കുറഞ്ഞു പോകുന്നത്. ഇനി നമുക്കിതിൻ്റെ ലക്ഷണങ്ങളിലേക്ക് വരാം. ഒരു സാധാരണ ആളിൽ ഷുഗർ തനിയെ കുറഞ്ഞു പോകാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഷുഗർ കുറഞ്ഞു പോകുന്നതിന് മുമ്പ് തന്നെ നമ്മളെ ശരീരം നമ്മളെ വാൺ ചെയ്യും, നമുക്ക് ഇതിനുള്ള ലക്ഷണങ്ങൾ കാണിച്ചു തരും, ഷുഗർ കുറയുന്നുണ്ട്, ആഹാരം കഴിക്കൂ എന്ന് പറയുന്നത്. എല്ലാ ആൾക്കാർക്കും സാധാരണ ഷുഗർ കുറയുന്നതിന് ലക്ഷണങ്ങളായിട്ട് ആദ്യം തന്നെ തോന്നുന്നത് ഭയങ്കരമായിട്ടും വേർക്കുന്നതാണ്. പേഷ്യൻസിന് വളരെയധികം തളർച്ച വരും, വിയർപ്പ് വരും, ചെറിയ വിറയൽ വരും. ഇതെല്ലാം ഷുഗർ കുറഞ്ഞു പോകുന്നതിൻ്റെ ആദ്യത്തെ ലക്ഷണങ്ങളാണ്. ഇതെല്ലാം വന്നു തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമുക്ക് വിശപ്പുണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഈ വിശപ്പ് വരുമ്പോൾ തന്നെയാണ് നമ്മൾ ആഹാരം കഴിക്കേണ്ടത്. വിശപ്പ് വന്നും നമ്മൾ ആഹാരം കഴിക്കാതെ മുമ്പോട്ട് പോകുമ്പോഴാണ് ഈ നേരത്തെ പറഞ്ഞ ഫീച്ചേഴ്സ്, വിറയൽ, അമിതമായിട്ടുള്ള ശരീരത്തിലെ തളർച്ച, അല്ലെങ്കിൽ സ്വെറ്റിങ്, വിയർക്കൽ ഉണ്ടാകുന്നത്. അപ്പോൾ പോലും നമ്മൾ ആഹാരം കഴിച്ചാൽ നമുക്ക് ഷുഗർ കുറഞ്ഞു പോകുന്നത് ഒരു പരിധിവരെ തടയാൻ പറ്റും. പക്ഷേ അത് കഴിഞ്ഞ് കുറച്ചുകൂടി മുമ്പോട്ട് പോയാൽ ശരീരത്തിലെ ഷുഗറിൻ്റെ അളവ് വളരെയധികം താഴ്ന്നു പോവുകയും അത് നമുക്ക് തലകറക്കം അല്ലെങ്കിൽ ബോധക്ഷയം എന്ന അവസ്ഥകളിൽ കൊണ്ടെത്തിക്കാനും പറ്റും. നമ്മളിതിൽ മനസ്സിലാക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്തെന്ന് വെച്ചാൽ, ഷുഗർ ഒരു പരിധി കഴിഞ്ഞ് കുറഞ്ഞു പോയി കഴിയുന്നത് 2 or 3 തവണ അടുപ്പിച്ചുണ്ടാവുകയാണെങ്കിൽ ഷുഗറിൻ്റെ ഈ ലക്ഷണങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസസ് കുറഞ്ഞു വരികയും പിന്നെ ഈ പേഷ്യൻ്റ് ഷുഗർ കുറഞ്ഞു പോകുന്ന അവസ്ഥയിൽ പോയാൽ ഈ പറഞ്ഞ ലക്ഷണങ്ങൾ കാണാനുള്ള ചാൻസ് കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ പോവാതെ ആദ്യം തന്നെ ഈ ലക്ഷണങ്ങൾ കാണുമ്പോൾ ആഹാരം കഴിക്കാനും ഷുഗർ കുറഞ്ഞു പോകുന്നത് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ ഗ്ലൂക്കോമീറ്റർ വെച്ച് സ്വന്തം ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ പരിശോധിക്കുന്നത് നന്നായിരിക്കും. നന്ദി.